ഗൈസ്, നമ്മളിത് ഇന്ന് വീണ്ടും നയാഗ്രയ്ക്ക് പോവാണ്. എനിക്ക് തോന്നുന്നു ഇവിടെ വന്നിട്ട് ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഞാൻ പോയിട്ടുള്ളത് നയാഗ്രയ്ക്കാണ്. നമുക്കിവിടെ അടുത്ത് നയാഗ്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇന്ന് പോകുമ്പോൾ ഒരു ചെറിയ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ ഇന്ന് അവിടുത്തെ ബോട്ട് സർവീസ് കയറുന്നുണ്ട്. നമുക്കപ്പോൾ US ജസ്റ്റ് ബോർഡറിൽ ടച്ച് ചെയ്തൊക്കെയാണ് നമ്മൾ പോകുന്നത്, ലൈക്ക് ബോട്ട് പോകുന്നത്. പക്ഷേ എന്തായാലും നമുക്ക് ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ പോക്കിനൊരു ചെറിയ സന്തോഷം കൂടുതലുണ്ട്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഓൾറെഡി ലേറ്റ് ആയി സമയം. അതാണ് നമ്മൾ കാറിൽ വെച്ച് ഇൻട്രോ പറയുന്നത്. 1:44 ആയി. നമ്മൾ നേരെ ഒരു ഫുഡ് കഴിക്കാൻ പോകും. അവിടെ ചെന്ന് നമ്മുടെ ഒരു കേരള ഒതന്റിക് റെസ്റ്റോറൻറ്റ് എന്താണ്, അവിടെ പോയി ഫുഡ് കഴിക്കുന്നു. നേരെ നയാഗ്ര ഫാൾസിലേക്ക് പോകുന്നു, ബോട്ടിൽ കയറുന്നു, തിരിച്ചു വരുന്നു. അപ്പോൾ അതാണ് ഈ വ്ലോഗിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മളിത് പോകുന്ന വഴി ഇപ്പോൾ കേംബ്രിഡ്ജ് എത്തി. പക്ഷെ നമ്മുടെ കൂടെ ഇന്ന് കുറച്ച് പുതിയ ആൾക്കാരുണ്ട്. നമ്മുടെ റൂമിൽ പുതിയതായിട്ട് കുറച്ച് ആൾക്കാർ വന്നായിരുന്നു. ഞാൻ അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട്, ഇത് നമ്മുടെ സ്വന്തം സനു, അറിയാലോ. ഇത് പറ, പേര് പറ. ശ്യാം ഫ്രം കൊല്ലം. ഇത് കെവിൻ. സ്ഥലം പറഞ്ഞോടാ. എടപ്പള്ളി, ലുലുമാളിന്റെ തൊട്ടടുത്താണ്. പിന്നെ നമ്മുടെ കൂടെ ഒരു 4 പേര് എക്സ്ട്രാ ഉണ്ട്. മറ്റേ വണ്ടിയിലാണ്, അത് മാമന ഓടിക്കുന്നത്. അതിനകത്ത് 3 പേരും കൂടെ ഉണ്ട്. അവരെ ഞാൻ വരുന്ന വഴിക്ക് പരിചയപ്പെടുത്തി തരാം എല്ലാവർക്കും. അപ്പോൾ നമുക്ക് പോണ വഴിക്ക് ബാക്കി ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ കണ്ട് പോവാം. പോണ വഴിക്ക് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു, ആകെ കയ്യിൽ നിന്ന് പോയി കാറിലൊക്കെ ആയതുകൊണ്ട്. അങ്ങനെ നമ്മൾ നയാഗ്ര എത്തി. നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് റാഫ റെസ്റ്റോറൻറ്റിൽ വന്നേക്കുവാണ്. ഒരു കേരള ഒതന്റിക് ഫുഡ് കിട്ടുന്ന റെസ്റ്റോറൻ്റ് ആണെന്നാണ് പറഞ്ഞത്. നമുക്ക് അകത്ത് പോയി നോക്കിയിട്ട് ചെക്ക് ചെയ്തിട്ട് കഴിച്ചിട്ട് നോക്കാം. ഇപ്പോഴേക്കും ഇത് നമ്മുടെ അടുത്ത കാറിലെ ആളുകളൊക്കെ എത്തി. മാമനും സജിനും അർഷിനും അന്നയും കൂടെ ആയിരുന്നു ആ കാറിലുണ്ടായിരുന്നത്. അപ്പോൾ ഇനി അവരെയും കൂടെ കണ്ടോ. താങ്ക്സ് ഡാ. സജിനല്ലേ? ഓക്കെ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഫുഡ് അത്ര അടിപൊളിയായിരുന്നു ഞാൻ പറയുന്നില്ല. അങ്ങനെ നമ്മൾ നടന്ന അവസാനം നമ്മുടെ വാട്ടർഫാളിൻ്റെ താഴേക്ക് എത്തിക്കുവാണ്. ഞാൻ മേളിൽ നിന്നുള്ള വ്യൂ ഒന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം നമ്മൾ കുറച്ച് ലേറ്റ് ആയിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് നമ്മുടെ ടൈം സ്ലോട്ടിൻ്റെ ഉള്ളിൽ നമുക്ക് ബോട്ടൊക്കെ കയറാനോട് പെട്ടെന്ന് ഓടുമായിരുന്നു. അപ്പോൾ നമ്മൾ കടന്ന് ചെല്ലുമ്പോൾ തന്നെ ഇതുപോലെ ഒരു റെയിൻ കോട്ട് കണക്കൊരു സാധനം തരും. എന്തിനാണെന്ന് വെച്ചാൽ അറിയാലോ, നമ്മൾ ഈ വാട്ടർഫാളിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ നല്ല രീതിയിൽ നനയും. അപ്പോൾ അതിനുവേണ്ടി നമ്മളെല്ലാവരും ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ എല്ലാവരും നമ്മളെ വെൽക്കം ചെയ്യാനും പെട്ടെന്ന് അവരിങ്ങനെ ഓടിച്ച് വിടുക. കാരണം ഓരോ ബോട്ടും ഫില്ല് ചെയ്തിട്ടാണ് അവരടുത്ത ആളുകളെ ഇങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഓരോ സ്ലോട്ടുണ്ട്. അപ്പോൾ ഇത് അപ്പുറം വഴി കൂടെ എല്ലാവരും കണ്ടിട്ട് കയറി പോകുന്നതാണ് കാണുന്നത്. നമ്മളിത് കാണാനായിട്ട് കയറാൻ പോകുന്നു. ഞാനിത് ഇട്ടുകൊണ്ടിരുന്നപ്പോൾ തന്നെ ആ ഒരു റെയിൻകോട്ട് പോലുള്ള സാധനം കീറിപ്പോയായിരുന്നു. എന്നിട്ട് സെപ്പറേറ്റ് അവർ വേറെ ഒരെണ്ണം തന്നു. അങ്ങനെ നമ്മളെല്ലാവരും സെറ്റായിട്ട് ഇതേ പോയിക്കൊണ്ടിരിക്കുന്നത്. മാമനും അർഷിനും ശ്യാമൊക്കെ വരുന്നു, സനുവൊക്കെ ബാക്കിൽ വരുന്നുണ്ട്. അങ്ങനെ അതെ നമ്മൾ ബോട്ടിൽ കയറി. അത്യാവശ്യം ഒരു ബോട്ടാണോ ക്രൂസാണോ എന്തെന്നാണെന്ന് അറിയില്ല, അതിനകത്ത് കയറി നമ്മൾ ഇരിക്കുകയാണ്. അത്യാവശ്യം നല്ലൊരു ഫീലൊക്കെ ഉണ്ടായിരുന്നു, നല്ലൊരു സുഖമൊക്കെ ഉണ്ടായിരുന്നു. വലിയ സൺലൈറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ സമാധാനമായിട്ട് നിൽക്കായിരുന്നു. അങ്ങനെ അത് വലിയ താമസമൊന്നും ഇല്ലാണ്ട് നമ്മുടെ ക്രൂസ് സ്റ്റാർട്ട് ചെയ്തേക്കുവാണ്. അത്യാവശ്യം നൈസ് ഫീലായിരുന്നു അതിനകത്ത് നിന്നപ്പോൾ തന്നെ കിട്ടിയിരുന്നത്. നമ്മൾ അതിൻ്റെ അറ്റത്തേക്ക് പോകുമ്പോൾ ഇനി എന്താവും എന്നറിയില്ല. അപ്പോൾ നമുക്ക് വഴി അതൊക്കെ കാണിക്കാം ഞാൻ. അപ്പോൾ നമ്മളെല്ലാവരും അടിപൊളിയായിട്ട് ഓളം വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം എല്ലാവർക്കും ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം എന്താ പറയുക, നമ്മളിത് വാട്ടർഫാൾ ഇതിൻ്റെ മേളിൽ നിന്ന് 2-3 തവണ കണ്ടിട്ടുണ്ടെങ്കിലും നമ്മൾ ആദ്യമായിട്ടാണ്. മാമൻ ഇതിന് മുന്നേ വന്നിട്ടുണ്ട്. ബാക്കി ഞങ്ങളെല്ലാവരും ഇത് ഫസ്റ്റ് ടൈം ആയിരുന്നു താഴെ ഈ ക്രൂസിൽ കയറിയിട്ട് പോകുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. എന്താ പറയുക, ഒരു അടിപൊളി ഫീൽ. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ആ ഒരു ഫാൾ കഴിഞ്ഞ് എന്നുവെച്ചാൽ US സൈഡിൽ നിന്നുള്ള ഫാൾ കവർ ചെയ്തിട്ട് നമ്മൾ വീണ്ടും നമ്മുടെ ക്രൂസ് മുന്നിലേക്ക് പോവുകയാണ്. ആ മുന്നിലോട്ട് പോകുമ്പോഴാണ് നമ്മുടെ മെയിൻ ഫാൾ വരുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ ചാടുന്നത്. അവിടെ അത്യാവശ്യം കുറേ കിളികളൊക്കെ പറക്കുന്നുണ്ടായി. അതൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ നന്നായിട്ട് ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അങ്ങനെ നല്ല കാറ്റും ചെറിയതായിട്ടൊന്നും മഴയൊക്കെ ചാരിയായിരുന്നു. പക്ഷേ അടിപൊളി ഫീലായിരുന്നു, സൺലൈറ്റ് ഒന്നും ഇല്ലാണ്ട്. കണ്ടില്ലേ, ഇതൊക്കെ ഈ കാണുന്നതൊക്കെ US ആണ്. നമുക്ക് വേണമെങ്കിൽ ഇവിടെ കുളിച്ചിരുന്ന് വേണമെങ്കിൽ US കയറി പോവാം നൈസായിട്ട്. അങ്ങനെ ഇവിടെ കുറേ കിളികളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറന്ന് നടക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ക്രൂസ് മെയിൻ ഫാളിലേക്ക് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഇതൊക്കെ കണ്ടപ്പോൾ നമ്മൾ ഏതോ ഒരു ഇംഗ്ലീഷ് മൂവിയിൽ, ഏത് മൂവീസാണെന്ന് ഞാൻ ഓർക്കുന്നില്ല, ഏതോ ഒരു മൂവിയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. കടലിൽ കൂടെ പോകുന്ന ഒരു ഫീലൊക്കെ ആയിരുന്നു. കാരണം ഇത് കുറച്ചുകൂടെ അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ ഈ ക്രൂസ് നന്നായിട്ട് ആടി ഉലയാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഒരു നൈസ് ഫീലായിരുന്നു. നമ്മളെല്ലാവരും വീട്ടിലേക്ക് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് അയച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. മെയിൻ ഫാളിൻ്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നല്ല രീതിയിൽ നമ്മുടെ ക്രൂസ് നന്നായിട്ട് നിന്ന് ആടി കഴിഞ്ഞൊക്കെയാണ് പോകുന്നത്. നല്ലൊരു അടിപൊളിയാണ്. നമ്മുടെ മേത്തും ഒക്കെ നൈസായിട്ട് വെള്ളമൊക്കെ ആയിരുന്നു. അപ്പോൾ ഇനി മുന്നോട്ടുള്ള കാഴ്ച ഞാൻ അധികം വോയിസ് പറഞ്ഞ് നിങ്ങളെ വെറുപ്പിക്കുന്നില്ല. നിങ്ങളൊന്ന് കണ്ടിട്ട് ഞാൻ അവസാനം ബാക്കി വോയിസ് ഓവർ നടത്താം. ഇനിയാണ് അടിപൊളി വ്യൂവും കാര്യങ്ങളൊക്കെ. ഈ ഫോണിലെല്ലാം ഇതിനും ഒരു പരിമിതി ഉണ്ടെന്ന് എനിക്കറിയാം. ശരിക്കും നിങ്ങൾ കാനഡയിലുള്ളവരാണെങ്കിൽ എന്തായാലും വന്നിത് ട്രൈ ചെയ്യണം. കാനഡയിലില്ലാത്തവർ ഒരിക്കൽ എപ്പോഴെങ്കിലും വന്നിട്ടൊന്ന് ട്രൈ ചെയ്യണമെന്ന് ഞാൻ പറയും. കാരണം ഒരു നൈസ് എക്സ്പീരിയൻസ് ആണ്.
ബാക്കി നിങ്ങളപ്പോൾ നേരി കണ്ടോ. ആ നേരി കാണുമ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇതിൻ്റെ ഒരു ഒറിജിനൽ സൗണ്ട്, ലൈക്ക് ഞാൻ എടുത്തപ്പോൾ ഉണ്ടായിരുന്ന സൗണ്ടും കൂടെ ഫുൾ ഇട്ടേക്കാം. ഈ സൗണ്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഞങ്ങൾ അവിടെ എക്സ്പീരിയൻസ് ചെയ്ത ആ ഒരു ഫീൽ കുറച്ചെങ്കിലും കിട്ടുമായിരിക്കും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പോൾ നിങ്ങൾ എന്തായാലും അതൊന്ന് എൻജോയ് ചെയ്ത് നോക്കുക. ഇവിടെ ചാടാൻ പറ്റത്തില്ല. ആ ബോട്ടിന്റെ ഉള്ളിൽ കുറെ ആൾക്കാർ ഇരിപ്പുണ്ട്. നമ്മുടെ കാനഡ സൈഡിലും അമേരിക്കൻ സൈഡിലൊക്കെ ജോയിൻ ചെയ്ത് അങ്ങനെ നമ്മളിത് തിരിച്ച് ആ സൈഡിൽ നിന്നിട്ട് പെട്ടെന്ന് കവിഞ്ഞ് ചാടി കൈസായിട്ട് അങ്ങോട്ട് കയറിപ്പോൾ അതുകൊണ്ടാണോന്ന് അറിയില്ല, അയാൾ ഞങ്ങൾ ആ സൈഡിൽ നിന്ന് മാറ്റി നിർത്തി അവിടെ ബാരിക്കേഡ് വെച്ചു. ഈ കാണുന്ന ബ്രിഡ്ജാണ് നമ്മുടെ നയാഗ്ര ആ ഒരു ഏരിയയിൽ ക്രോസ് ചെയ്യുന്ന യൂഎസിലേക്ക്. നമുക്ക് അതിൻ്റെ മേളിൽ കൂടെ നടക്കാം. നമുക്ക് പാസ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് യു എസ് കാനഡ ചാടി അതൊക്കെ എടുക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ ഞങ്ങൾ പാസ്പോർട്ട് എടുക്കാണ്ട പോയത്. അങ്ങനെ നമ്മൾ തിരിച്ച് പോവുകയാണ്. പോണ വഴിക്ക് അത്യാവശ്യം കുറേ ഷോപ്പിങ്ങും കാര്യങ്ങൾക്കൊക്കെ ഉള്ളൊരു അടിപൊളി ഒരു ഷോപ്പ് ഇവർ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ എല്ലാ സാധനങ്ങൾക്കും എഴുതി വെച്ചേക്കുന്ന നയാഗ്ര ഫാൾസ് എന്ന് എഴുതിയും വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ USA ഒന്ന് പോകാമെന്ന് വിചാരിച്ചിട്ട് ആ പാലത്തിൽ കയറാൻ പോയി. പക്ഷേ നമ്മുടെ കയ്യിൽ പാസ്പോർട്ട് ഇല്ലാത്തതുകൊണ്ട് അങ്ങോട്ട് കടന്നു പോകാൻ പറ്റും, പക്ഷേ തിരിച്ച് ഇങ്ങോട്ട് കാനഡയിലേക്ക് കടക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ നേരെ ഡൗൺ ടൗണിൽ പോയി അവിടെ ഒരാൾ പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നു. അങ്ങനത്തെ കുറച്ച് പരിപാടികളായിട്ട് അവിടെ നിന്നു. ഇത്രയൊക്കെയുള്ളൂ ഈ ഒരു വീഡിയോയിൽ. നമ്മളത് കഴിഞ്ഞ് വേറൊരു റെസ്റ്റോറൻറ്റിൽ പോയി കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു. നേരെ നമ്മൾ വീട്ടിലേക്ക് പോകുമായിരുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നത് വരെ ബൈ.